നരച്ചമുടി കണ്ടിട്ട് വിഷമമുള്ളവരാരെങ്കിലും ഉണ്ടോ? വീട്ടിലുള്ള ഈ ഇല മാത്രം മതി നമ്മുടെ നരച്ചമുടീനെ കട്ടക്കറുപ്പാക്കാനും പ്രായഭേദമന്യേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിടക്കാച്ച സൂത്രമാണ് ഇത്. നമ്മുടെ കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയും കൊണ്ട് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ ഡേ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇത് മാത്രം മതി നമുക്ക് നല്ല പോലെ മുടി വളരാനും അതുപോലെ മുടി നാർത്ത് കിളുക്കാനും പിന്നെ നമുക്ക് താരം പോകാനും മുടി നല്ല നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ കട്ടക്കറുപ്പാക്കാനും അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മുടെ കറിവേപ്പില. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഒരു പിടി കറിവേപ്പില നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇരുമ്പ് ചട്ടി തന്നെ നമ്മൾ ഏത് ഡൈ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതില്ലാത്തവർ മാത്രം നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിലും നല്ലത് നമ്മുടെ ഇരുമ്പ് ചട്ടി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ്. ഈ മഞ്ഞൾ പൊടിയുടെ കൂടെ തന്നെ അതേ അളവിൽ കരിജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിജീരകം മുടി വളരാൻ നല്ലതാണ്. അതുമാത്രമല്ല നരച്ച മുടിയെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കറിവേപ്പില വളരെ നല്ലതാണ് മുടിക്ക്. എല്ലാത്തിൻ്റെ ഔഷധമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്നും തയ്യാറാക്കി നോക്കും. ഇത് നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ നല്ലപോലെ ഒന്ന് വറുത്തിട്ട് കരിച്ച് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്യാറുള്ളത്. അത് ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് കത്തിച്ച് കരിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ദേ ഇവിടെ എല്ലാം കത്തിച്ച് കരിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കത്തി കരിഞ്ഞൊന്നും പോകരുത്. ഒരു നല്ലൊരു കറുത്തൊരു കളർ വരുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് എടുക്കുമ്പോൾ അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിലാണ്. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതേ രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചും കൂടി എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകൾക്ക് എൻ്റെ നാച്ചുറലായിട്ട് ഹെയർ ഡേ വീട്ടിൽ ഉണ്ടാക്കുന്ന കെമിക്കലൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോസ് ഒത്തിരി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കും. മുടിക്ക് യാതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നാച്ചുറലാണ്. പിന്നെ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ചിട്ട് അരിച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് വേണമെങ്കിൽ പോവുകയും ചെയ്യാം. അത് സ്റ്റിക്കി ആയിട്ടിരിക്കും. നമുക്ക് മുടിയൊക്കെ സാധാ ഈരി കെട്ടി വെക്കുന്ന പോലെ കെട്ടി വെച്ചുകൊണ്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഓയിലാണെങ്കിലും ഉപയോഗിച്ചേക്കാം. ഓയിലാണെങ്കിൽ നമുക്ക് കഴുകി കളയണം. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഇരുമ്പ് ചട്ടി കണ്ടാൽ തൊല്ല തുരുമ്പുള്ള ഇരുമ്പ് ചട്ടിയിലാണ്. ഇരുമ്പ് ചട്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ചട്ടിയുണ്ട്. അത് ഞാൻ വറക്കാൻ ഇതൊക്കെ വറുത്തെടുക്കാനും പിന്നെ ഇതൊന്ന് ഈ മിക്സ് ചെയ്യാൻ വേണ്ടി 2 ചട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ് നരയിലെ സൈഡിലൊക്കെ നെറ്റ് നരയുടെ ചെവിയുടെ പുറകിലൊക്കെ ഒത്തിരി നരകളുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്തുകൂടെ. എനിക്ക് അങ്ങനെയാണ് ഉള്ളത്. നെറ്റിയുടെ സൈഡുകളിലൊക്കെയാണ് ചെറിയ ചെറിയ നരയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ജോലിക്കാരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഇതുപോലെ പൊടിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല റിസൾട്ട് അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കറുപ്പ് കണ്ടില്ലേ, ഇത് നമ്മുടെ നരച്ച മുടി പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടിൻ്റെ കാര്യം. കറിവേപ്പിലയൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കറിവേപ്പിലയുടെ എണ്ണ നമ്മൾ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുവാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പം അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. നമ്മൾ ഡെയിലി എണ്ണ വെച്ച് കുളിക്കുന്നവർക്ക് ഈ ഒരു എണ്ണ വെച്ച് കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കറുപ്പ് കണ്ടില്ലേ, അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ തൂക്കുന്നുണ്ട്. കയ്യിൽ കളർ പിടിച്ചാൽ ചിലർ പറയും മുടി പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഈ ഒരു കളർ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും ഇത് പോകത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇത് ഓയിൽ ഒഴിച്ചിട്ടാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. അല്ലെങ്കിൽ നമ്മൾ താളിപ്പൊടി ഉണ്ടെങ്കിൽ വെള്ളിലെന്താളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. താളിപ്പൊടി നിങ്ങളുടെ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ആ പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് തലമുടി കഴുകാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചെമ്പരത്തി ഇല താളിയാക്കിയിട്ട് അതിട്ട് കഴുകിയാലും മതി കേട്ടോ. അപ്പോൾ കയ്യിൽ തേക്കുമ്പോൾ ഈ ഒരു കളർ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സത്യമായിട്ട് നിങ്ങളുടെ മുടിയിൽ ഇത് പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. പക്ഷേങ്കിൽ കെമിക്കൽ മേടിച്ച് അടിക്കുന്ന പോലെ പെട്ടെന്നൊന്നും മുടിയിൽ കറുത്ത് വരുത്തൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മുടി നാച്ചുറലായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മുടിവിനെ കൊണ്ടുവരാൻ സഹായിക്കുന്നതുമാണ്. മുടിക്ക് ആണ് നല്ല വളരാനും ഒക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ തലയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട്. ഈ ചിലർക്ക് ഡൈ ഒക്കെ വളരെ അലർജി ഉള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അലർജി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട്
വളരെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.